ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്നുള്ള ഭാഗമാണ്. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോർമലൈസേഷൻ കൺസെപ്റ്റ് ക്ലിയർ ആവുന്നതാണ്. ഓക്കെ, നമുക്ക് എന്താണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് നോക്കാം. ഡെഫിനിഷൻ: ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ദാറ്റ് എക്സിസ്റ്റ് വെൻ വൺ ആട്രിബ്യൂട്ട് യൂണീക്ലി ഡിറ്റർമൈൻസ് അനദർ ആട്രിബ്യൂട്ട് ഇൻ എ റിലേഷൻ. അഥവാ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടേബിൾ അല്ലേ. സോ ഒരു റിലേഷൻ്റെ അകത്ത് കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. സോ അതിൽ ഒരു ആട്രിബ്യൂട്ട് യുണീക്ലി ഡിറ്റർമൈൻ ചെയ്യുന്നു. എങ്ങനെ? അനദർ ആട്രിബ്യൂട്ടിന്. വൺ ആട്രിബ്യൂട്ട് യുണീക്ലി ഡിറ്റർമൈൻ അനദർ ആട്രിബ്യൂട്ട്. അഥവാ ഒരു ആട്രിബ്യൂട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നു. ആരെ? യുണീക്ലി ഡിറ്റർമൈൻ ചെയ്യുന്നു. മറ്റൊരു ആട്രിബ്യൂട്ടിനെ യുണീക്ലി ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് വിളിക്കുന്നത്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ആർ എന്നുള്ളൊരു റിലേഷൻ ഉണ്ട്. അതിൻ്റെ രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് എക്സ് ആൻഡ് വൈ. ഇവിടെ ശ്രദ്ധിക്കുക, ആർ എന്നുള്ളൊരു റിലേഷൻ ഉണ്ട്. എക്സും വൈയും അതിൻ്റെ രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ്. So the functional dependency between these two attribute is represented. Functional dependency എങ്ങനെ represent ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x pointing to y എന്നുള്ളതാണ് അല്ലേ. ദാറ്റ് മീൻസ് എന്താണ്? എക്സ് എന്ത് ചെയ്യുന്നു? യുണീക്ലി ഡിറ്റർമൈൻ ചെയ്യുന്നു. എന്തിനെ? വൈനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. എക്സിൻ്റെ ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നു. ആരെ? വൈൻ്റെ വാല്യൂസിനൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തിരിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ വൈ ഇസ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ എക്സ് അല്ലേ. വൈ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്? എക്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ മീനിങ്. എക്സ് പോയിൻറ്റിങ് ടു വൈ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് വൈ ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ എക്സ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എക്സ് യുണീക്ലി ഡിറ്റർമൈൻസ് വൈ. എക്സിൻ്റെ വാല്യൂ എന്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്? വൈൻ്റെ വാല്യൂസിനെ ഡിറ്റർമൈൻ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വൈ ഈസ് ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ വിളിക്കാം, വൈ ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ എക്സ് എന്ന് പറയാം. അല്ലെങ്കിൽ എക്സ് ഇസ് യുണീക്ലി ഡിറ്റർമൈൻസ് വൈ. വൈൻ്റെ വാല്യൂവിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? എക്സിൻ്റെ വാല്യൂസാണ്. സോ അതാണ് ഇവിടെ. നിങ്ങൾക്ക് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമൊന്നുമല്ല, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ദെൻ അനദർ വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. അനദർ ഡെഫിനിഷൻ: ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ്, റൂൾസ് എന്നുള്ളതാണ്, ബിറ്റ്വീൻ ടു ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷനിലെ ഒരു റിലേഷൻസിലെ രണ്ട് ആട്രിബ്യൂട്ട്സിന് ഇടയിലുള്ള സം കൺസ്ട്രെയിൻസ് ആണ്. ദാറ്റ് മീൻസ് ഒന്നിൻ്റെ വാല്യൂ മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഡിറ്റർമൈൻ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ്. സോ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇഫ് എവരി ആട്രിബ്യൂട്ട് നെയിം ഓഫ് ആർ ഡിപ്പെൻഡ്സ് ഓഫ് റോൾ നമ്പർ, ദെൻ ആട്രിബ്യൂട്ട് റോൾ നമ്പർ ഈസ് എ പ്രൈമറി കീ എന്നുള്ളതാണ് മറ്റുള്ളത്. അഥവാ ഒരു റിലേഷൻ ഉണ്ട്, ആർ എന്നുള്ള റിലേഷൻ ഉണ്ട്. അതിന് രണ്ട് ആട്രിബ്യൂട്ട്സ് ആണുള്ളത്, റോൾ നമ്പറും നെയിമും. സോ അതിലൊക്കെ വാല്യൂസ് ഉണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് റോൾ നമ്പർ ഈസ് നെയിം ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ റോൾ നമ്പർ എന്നുള്ളതാണ്. റോൾ നമ്പർ യുണീക്ലി ഡിറ്റർമൈൻസ് നെയിം എന്നുള്ളത് അല്ലേ. ഇവിടെ എന്താണ്? ഒരു സ്റ്റുഡൻസിന് എന്തുണ്ടാവുള്ളൂ? ഒരു നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റോൾ നമ്പറാണ് ഉണ്ടാകുന്നത് അല്ലേ. സോ എന്തുണ്ട്? ഈ റോൾ നമ്പർ എന്താണ്? യുണീക്ലി ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ആരാണ് ആ പേഴ്സൺ എന്നുള്ളത്? അയാൾ നെയിമിന് യുണീക്ലി ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. തിരിച്ചു പറയുകയാണെങ്കിൽ ഈ നെയിം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ റോൾ നമ്പർ അല്ലേ. രാമു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു റോൾ നമ്പർ അല്ലേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഇസ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ റോൾ നമ്പറാണ്. സോ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ക്ലിയർ ആവുന്നതാണ്. ദെൻ നമുക്ക് സം പ്രോപ്പർട്ടീസ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നോക്കാം. ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. ഇവിടെ ഒരു റിലേഷൻ ആർ ഉണ്ട്. അതിൽ കൺസിഡർ എക്സ് ആൻഡ് വൈ ആർ ടു ആട്രിബ്യൂട്ട്സ് ഓഫ് എ റിലേഷൻ ആർ. എക്സും വൈയും രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ്. ഞാനീ സം പ്രോപ്പർട്ടീസ് ആണ് പറയാൻ പോകുന്നത്. നോക്കുക, ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ഇഫ് എക്സ് ഫങ്ഷണലി ഡിപ്പെൻഡ് അല്ലേ, എക്സ് പോയിൻറ്റിങ് ടു വൈ, ദാറ്റ് മീൻസ് വൈ ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ എക്സ് ആണെങ്കിൽ ദെൻ എക്സ് സെഡ് ഈസ് പോയിൻറ്റിങ് ടു വൈ സെഡ് എന്നുള്ള കൺസെപ്റ്റാണ്. ദാറ്റ് മീൻസ് ഇവിടെ എക്സ് വൈ എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഒരു സെഡ് രണ്ട് സൈഡിലും ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യുന്നു? അതും എന്താണ്? സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളത്. അഥവാ സെഡ് എന്നുള്ളത് അനദർ ആട്രിബ്യൂട്ടാണ്. സോ ഇതിൻ്റെ കൂടെ ഒരു അനദർ ആട്രിബ്യൂട്ട് കമ്പൈൻ ചെയ്തു, ഇതിൻ്റെ കൂടെ അതേ ആട്രിബ്യൂട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? അതും എന്തായിരിക്കും? ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഫോളോ ചെയ്യുന്നതായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ റൂളിനെയാണ് ഓഗ്മെൻറ്റേഷൻ റൂൾ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ നോക്കാം. ഇഫ് എക്സ് അല്ലേ വൈ ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ എക്സ്, അതുപോലെ സെഡ് ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ വൈ. വൈ ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ എക്സ്, സെഡ് ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ വൈ ആണെങ്കിൽ എന്തായിരിക്കും?
Z is functionally dependent on X. That means transitive rule ആണിത്. ട്രാൻസിറ്റീവ് റൂളാണ്, നമുക്കറിയാവുന്നതാണ് അല്ലേ. എക്സും വൈയും സെഡും ആണെങ്കിൽ എക്സും സെഡും ആയിരിക്കും. സോ ഇതാണ് ട്രാൻസിറ്റീവ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്ത റൂൾ നോക്കാം. ഇഫ് എക്സ് ഇവിടെ നിന്നിട്ടുണ്ട്, അതുപോലെ ദാറ്റ് മീൻസ് ഇതിൻ്റെ മീനിങ് എന്താ, വൈ എന്താണ് സബ്സെറ്റ് ഓഫ് എക്സ് എന്നുള്ള മീനിങ് ആണ് അല്ലേ, സബ്സെറ്റ് ആയിരിക്കും. ദെൻ അങ്ങനെയാണെങ്കിൽ എക്സ് ഡിറ്റർമൈൻസ് വൈ, ദാറ്റ് മീൻസ് വൈ ഈസ് ഫങ്ഷണലി ഡിപെൻഡൻറ്റ് ഓൺ എക്സ് എന്നുള്ളതാണ്. സോ അതിൻ്റെ പേരാണ് റിഫ്ലെക്സീവ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സിമ്പിളാണ്. ദെൻ അടുത്തത് ഇഫ് വൈ സെഡ് ഈസ് ഫങ്ഷണലി ഡിപെൻഡൻറ്റ് ഓൺ, അഥവാ വൈ സെഡ് എന്നുള്ള രണ്ട് ആട്രിബ്യൂട്ട്സിൻ്റെ കോമ്പിനേഷൻസ് ഈസ് ഫങ്ഷണലി ഡിപെൻഡൻറ്റ് ഓൺ എക്സ് ആണെങ്കിൽ y is functionally dependent on x ആയിരിക്കും. ഷുവറാണ്. ദാറ്റ് മീൻസ് വൈയും സെഡും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ആട്രിബ്യൂട്ട് ഇല്ലേ, ആ ആട്രിബ്യൂട്ട് ഫങ്ഷണലി ഡിപെൻഡൻറ്റ് ഓൺ എക്സ് ആണെങ്കിൽ വൈ സിമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാലും അതും എന്തായിരിക്കും, ഫങ്ഷണലി ഡിപെൻഡൻ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ പ്രൊജക്ഷൻ റൂൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത പ്രോപ്പർട്ടി, ഇഫ് y is functionally dependent on x, അതുപോലെ z is functionally dependent on x, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈ സെഡ് ഈസ് ഫങ്ഷണലി ഡിപെൻഡൻറ്റ് ഓൺ എക്സ് ആയിരിക്കും. അഥവാ വൈ എന്നുള്ള ഒറ്റൊരു ആട്രിബ്യൂട്ട് എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, അതുപോലെ സെഡ് എന്നുള്ളൊരു ആട്രിബ്യൂട്ടും എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നെങ്കിൽ അതിനെ കമ്പൈൻ ചെയ്ത് അതിൻ്റെ കോമ്പോസിഷൻ അല്ലേ, അതെന്തായിരിക്കും, എക്സിനെ ഡിപ്പെൻഡൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതിനെയാണ് നമ്മൾ പറയുന്നത് യൂണിയൻ ഓർ അഡിക്റ്റീവ് റൂൾ എന്ന് പറയുന്നത്. ദെൻ ഫൈനൽ പ്രോപ്പർട്ടി, ഇഫ് വൈ ഈസ് ഫങ്ഷണലി ഡിപെൻഡൻറ്റ് ഓൺ എക്സ്, അങ്ങനെയാണെങ്കിൽ സെഡ് ഈസ് ഫങ്ഷണലി ഡിപെൻഡൻറ്റ് ഓൺ WY, അഥവാ വൈയുടെ കൂടെ ഒരു ആട്രിബ്യൂട്ടും കൂടി കമ്പൈൻ ചെയ്തതിനും കൂടി ഫങ്ഷണൽ ഡിപ്പെൻഡൻ്റ് ആണ് സെഡ്. സോ അങ്ങനെ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതും കൂടി സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. WX ഡിറ്റർമൈൻസ് YZ ആണ്. YZ ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ WX ആണ്. ഇതിനെ സ്യൂഡോ ട്രാൻസിറ്റീവ് റൂൾ എന്ന് പറയും. ഓക്കെ, ഇത്രയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ വരുന്നത്. ചെറിയൊരു ടോപ്പിക്കാണ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.